കടുത്ത വേനലിന്റെ അവസാനത്തിൽ മഴ എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേട്ടുകേൾവിയിൽ പോലും ഇല്ലാത്ത രോഗങ്ങളാണ് നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ 10ഓളം ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്ത വെസ്റ്റ് നൈൽ പനി. എന്താണ് വെസ്റ്റ് നൈൽ പനി? പക്ഷികളിൽ നിന്ന് ക്യൂലെക്സ് കൊതുകുകളിലേക്കും അവയിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന വൈറസ് മൂലമാണ് രോഗം പിടിപെടുന്നത്. ഇങ്ങനെയുണ്ടാവുന്ന രോഗാവസ്ഥയ്ക്ക് വാക്സിനുകളോ പ്രത്യേക മരുന്നുകളോ ഇല്ല. പകരം രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ മാത്രമാണ് നൽകാനാകുക. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? പനി, തലവേദന, ശരീരവേദന, തടിപ്പ്, ചൊറിച്ചിൽ, ഛർദി, അപൂർവം ചിലരിൽ ഓർമ്മക്കുറവ്, മസ്തിഷ്ക വീക്കം, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. പക്ഷേ ലക്ഷണങ്ങൾ പ്രകടമാകാത്ത അവസ്ഥകളുമുണ്ടെന്ന് പഠനങ്ങളിൽ പറയുന്നു. ഏതു വയസ്സുകാർക്കും രോഗം ബാധിക്കാം. എന്നാൽ വാർദ്ധക്യത്തിലുള്ളവർക്കും മറ്റ് അസുഖങ്ങളുള്ളവർക്കും അത് വർദ്ധിക്കാൻ വൈറസ് കാരണമാകുന്നു. എന്നിരുന്നാലും വെസ്റ്റ് നൈൽ ബാധിച്ചുള്ള മരണനിരക്ക് വളരെ കുറവാണ്. രോഗം ഭേദമായാലും വിട്ടുമാറാത്ത ക്ഷീണം വെസ്റ്റ് നൈൽ പനിയുടെ പ്രത്യേകതയാണ്. എങ്ങനെയാണ് വെസ്റ്റ് നൈൽ വൈറസ് പകരുന്നത്? കൊതുകുകളിൽ നിന്ന് മാത്രമാണ് നേരിട്ട് രോഗം പകരുന്നതെങ്കിലും രക്തദാനം, അവയവദാനം, മുലയൂട്ടൽ തുടങ്ങിയവയിലൂടെയും രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. വെസ്റ്റ് നൈൽ കേരളത്തിൽ ആഫ്രിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, പടിഞ്ഞാറൻ ഏഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെസ്റ്റ് നൈൽ വൈറസ് സാധാരണയായി കാണപ്പെടുന്നത്. 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈലിലാണ് വൈറസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് വൈറസിന് വെസ്റ്റ് നൈൽ വൈറസ് എന്ന പേര് വരുന്നതും. കേരളത്തിൽ ആദ്യമായി 2011 ആലപ്പുഴയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് രോഗത്തിന് ചികിത്സ? സ്വയം ഡോക്ടർ ആവാതിരിക്കുക എന്നത് തന്നെയാണ് ആദ്യമായി ചെയ്യേണ്ടത്. വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുക. എന്തെല്ലാമാണ് പ്രതിരോധ മാർഗങ്ങൾ? കൊതുക് വളരാനുള്ള ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം. ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് അതിന്റെ അന്തിമഘട്ടത്തിലാണ്. നമ്മുടെ സമൂഹം നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന തിരിച്ചറിവിൽ അവരവരുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് അതിനൊപ്പം പങ്കാളികളാവുക.